ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 13 വയസ്സുള്ള കുട്ടികൾ സൂയിസൈഡ് ചെയ്തു, 15 വയസ്സുള്ള കുട്ടികൾ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ റീസൺ അന്വേഷിച്ച് പോകുമ്പോഴേക്ക് അവരുടെ ഇന്ന കുട്ടിക്ക് ഇന്നതുണ്ട്, ഇന്ന ഡ്രസ്സുണ്ട്, അത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ചോദിച്ചു 15,000 രൂപയുടെ ഡ്രസ്സായിരിക്കും അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 15,000 രൂപയുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വന്ന് അത് അഫോർഡ് ചെയ്യാൻ കഴിയാത്തൊരു പാരൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉൾപ്പെടെ അതിലൊരു റെസ്പോൺസിബിളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ചെറുപ്പത്തിൽ ഇപ്പം 6th-ലോ 7th-ലോ ഒക്കെ പഠിക്കുമ്പോൾ പോലും നമുക്ക് പെരുന്നാൾ പൈസ കിട്ടുമല്ലോ. ഈ പൈസ ലെറ്റസ് എനിക്ക് എൻ്റെ ഒരു മാമൻ 500 രൂപ തന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് ഉമ്മയാണ് ഇത് എടുത്തു തരുന്നത്. അതായത് എനിക്ക് എൻ്റേതെന്ന് പറഞ്ഞ് കിട്ടുന്ന 500 രൂപ പോലും എനിക്കിത് ഉപയോഗിക്കാനോ ചിലവാക്കാനോ അറിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ പാരൻ്റ് എന്നുള്ള രീതിയിൽ കുട്ടിയോട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണിത്. കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ വളരെ പിറകോട്ടാണ്. ഇന്ത്യയിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 76%, ഇപ്പം നോട്ട് റോങ്, ലിറ്ററസി ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ 26% മാത്രമാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി വരുന്നത്. വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഹായ്, ഇത് നമ്മൾ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ സമ്പത്ത്, പണം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് നമ്മുടെ മക്കൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാത്തതിൻ്റെ ഒരുപാട് സ്ട്രഗിളിൽ നിന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു സാലറി കിട്ടുമ്പോഴാണ് ഇതിന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 20-25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഈ ഫിനാൻസും ഫണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് വളരെ ചെറുതിലേ നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ടാൽഡ്രോപ്പ് ഇങ്ങനെ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലേക്ക് വില്ലേജ് പാർക്കുകളുമായിട്ടും നമ്മുടെ സ്കൂൾസും കോളേജസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം തന്നെ ഈ മക്കളിലേക്ക്, നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ലിറ്ററസി എത്തിച്ചു കൊടുക്കാൻ കഴിയും, ഈ പണത്തെ കൃത്യമായി മനസ്സിലാക്കാനും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാനും കഴിയും എന്നുള്ള കാര്യം അവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അവിടെയാണ് നല്ലൊരു ബ്രാൻഡിൻ്റെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസിൽ നല്ല മികച്ചു നിൽക്കുന്ന ഒരു കേരളത്തിലെ ഒരു ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. ഇപ്പോൾ ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റവും അവരുടെ എക്സ്പെർട്ടൈസും തമ്മിൽ കണക്ട് ചെയ്യണം. ഈ ഒരു ആശയത്തെ കൃത്യമായി നമുക്ക് എത്തിക്കണം. അവിടെയാണ് കേരളത്തിൽ വളർന്നു വന്ന വലിയൊരു ബ്രാൻഡ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മില്യൺ ഡോട്ട്സ്. ആ മില്യൺ ഡോട്ട്സ് എന്നുള്ള ബ്രാൻഡുമായി ടാൽഡ്രോപ്പ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതും ആ മില്യൺ ഡോട്ട്സിൻ്റെ ഫൗണ്ടറാണ് നമുക്കൊപ്പം ഇന്ന് ഗസ്റ്റായിട്ടുള്ളത്. വെൽക്കം മിസ്റ്റർ കെൻസ്. ഹായ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളിപ്പോൾ വലിയൊരു ആശയമാണ് കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. കേരളത്തിലിപ്പം ടാൽഡ്രോപ്പ് 1000-ഓളം ഗ്രാമങ്ങളിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 1000-ഓളം ഗ്രാമങ്ങളിൽ നമ്മൾ ഇനിഷ്യലി ഇപ്പം പറഞ്ഞ ഒരു 10,000 പേരെ നമുക്ക് ഹാൻഡ് പിക്ക് ചെയ്ത് നമുക്ക് അവരിലേക്ക് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എത്തിക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് ഒരു വലിയ ടോപ്പിക് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി, കേരളത്തിലൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലത്തെയും താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഫൈനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ശരിക്കും നമ്മൾ കേരളത്തിന് എപ്പോഴും പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ലിറ്ററസി 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഫൈനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് വരുമ്പം തീർച്ചയായും നമ്മളെല്ലാവരും ബാക്കിലാണെന്നുള്ളത് നമുക്ക് വളരെ വിവിഡാണ്, ക്ലിയറാണ്. അപ്പം തീർച്ചയായിട്ടും അതിന് വലിയൊരു ചോദ്യമാണത്. ശരിക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ഏരിയ അല്ലേ. പണം എന്ന് പറയുന്ന ആശയത്തെ സാധനം വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്നല്ലാതെ നാളെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടി ഒരു ജീവിതം എങ്ങനെ കൈവരിക്കാം എന്ന് നമുക്കറിയില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 50 വയസ്സും 60 വയസ്സിലും നമ്മൾ കഷ്ടപ്പെട്ട്, ഇഷ്ടമുള്ള പണിയില്ല, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അച്ഛനമ്മമാരെയും ഗ്രാൻഡ് പാരൻസിനെയും കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അതിൻ്റെ വലിയൊരു ഇതാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ വളരെ പിറകോട്ടാണ്. ഇന്ത്യയിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 76%, ഇപ്പം നോട്ട് റോങ്, ലിറ്ററസി ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ 26% മാത്രമാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി വരുന്നത്. വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ കുട്ടികൾ മുതൽ വർക്കിംഗ് പ്രൊഫഷണൽസ് മുതൽ നമ്മുടെ പാരൻസ്, ഇപ്പം ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ ഒരു അച്ഛനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കുട്ടിക്ക് പോലും പറഞ്ഞു കൊടുക്കാത്ത ഒരു ആശയമായി മാറുന്നു പണം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. നമ്മുടെ താഴെ ജനറേഷനിലേക്ക് അത്തരം ഒരു ഇൻഫർമേഷനോ എഡ്യൂക്കേഷനോ പോകുന്നില്ല.
അതെ. അപ്പോൾ നമ്മളിപ്പോൾ 2019 മില്യൺ ഡോട്ട്സ് എന്നുള്ളൊരു ബ്രാൻഡ് കേരളത്തിൽ വന്നു. ഒരു 6 വർഷം കൊണ്ട് നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അവിടെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ടാലൻട്രോപ്പ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് മില്യൺ ഡോട്ട്സിന് അല്ലെങ്കിൽ കെൻസ് എന്നുള്ള ഫൗണ്ടറിന് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക് നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊണ്ടുവരുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് പാരൻസിന് തന്നെയാണ്. കാര്യം ഈ പാരൻസിന് കൃത്യമായിട്ട് മനസ്സിലാകണം എന്തിന് എൻ്റെ കുട്ടിയെ വളരെ ചെറുതിലേ ഇതിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ടാലൻട്രോപ്പും മില്യൺ ഡോട്ട്സും കൂടി ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് തന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ LP കാലഘട്ടം മുതൽ, അതായത് ഒരു 3ാം ക്ലാസ്സിൽ തുടങ്ങണം. അപ്പോൾ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫിനാൻഷ്യൽ ലിറ്ററസി അല്ല, അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ല നമ്മളൊരു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒരു 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടിപ്പം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചായിരിക്കണം നമ്മൾ ഒരു 3 കാറ്റഗറി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സ്കൂൾ കുട്ടി വളരെ ചെറുതിലേ ഉള്ളൊരു കുട്ടി, ഒരു 3ാം ക്ലാസ്സിലെ കുട്ടി, ഒരു 7ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടികൾക്ക് നമ്മളൊരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഏത് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തായിരിക്കണം കൊടുക്കേണ്ടത്? ഞാനിത് പറഞ്ഞു വെക്കുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ എഡ്യൂക്കേഷൻ പോകേണ്ടത് പാരൻസിനാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ ഉൾപ്പെടുന്ന പാരൻസ് ഇന്ന് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് കുട്ടികളിലേക്ക് പണവുമായുള്ള ഡിസ്കഷൻസ് എത്തിക്കുന്നില്ല എന്നുള്ളത്. ഭയങ്കര സ്കെപ്റ്റിക്കലാണല്ലോ നമ്മൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, പതിയെ പറയുള്ളൂ. ഞാൻ നമ്മൾ ഒരു ഹസ്ബൻഡ് അയാളുടെ വൈഫിനോട് പോലും ചിലപ്പോൾ സംസാരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് മക്കൾ പറയുന്നത് കേൾക്കെ ഇത് സംസാരിക്കില്ല. പണം എന്ന് പറയുന്നത് ഒരു ടാബ്, ഒരു നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത, തൊടാൻ പാടില്ലാത്ത, അറിയാൻ പാടില്ലാത്തൊരു സബ്ജക്റ്റായി വരുന്നു എന്നുള്ളതും. അപ്പോൾ അതിനെ പൊളിച്ചെഴുതുക, അതിനെ മാറ്റം വരുത്തുക, കുട്ടികളിലേക്ക് കൂടുതൽ ഇത്തരം ആശയങ്ങളെ കൊണ്ടുവരിക, ഇതാണ് നമ്മുടെ ആശയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ ഈ ടാലൻട്രോപ്പുമായിട്ട് നമ്മളിത് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ മില്യൺ ഡോട്ട്സിന് എന്നും ഉണ്ടായിട്ടുണ്ടായിരുന്ന, എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. അതായത് നമുക്ക് ചെറുപ്പത്തിൽ ഇപ്പം 6th 7th ഒക്കെ പഠിക്കുമ്പോൾ പോലും നമുക്ക് പെരുന്നാൾ പൈസ കിട്ടുമല്ലോ. ഈ പൈസ ലെറ്റസ് എനിക്ക് എൻ്റെ ഒരു മാമൻ 500 രൂപ തന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് ഉമ്മയാണ് ഇത് എടുത്തു തരുന്നത്. അതായത് എനിക്ക് എൻ്റേതെന്ന് പറഞ്ഞ് കിട്ടുന്ന 500 രൂപ പോലും എനിക്കിത് ഉപയോഗിക്കാനോ ചിലവാക്കാനോ അറിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ പാരൻ്റ് എന്നുള്ള രീതിയിൽ കുട്ടിയോട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണിത്. ആ കുട്ടിക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര, ഇപ്പം എന്നെ സംബന്ധിച്ചായാലും വളരെ കോറായിട്ടുള്ള ആഗ്രഹമായിരുന്നു ചെറിയ കുട്ടികളെ മുതൽ തുടങ്ങണത്. ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലെ 19 വയസ്സുള്ള 20 വയസ്സുള്ള ആദ്യമായി സാലറി കിട്ടുന്ന ഒരാൾക്ക് മാത്രം ഇത് പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം കുട്ടികൾക്ക് മുതലേ ഈ ആശയത്തെ, ഈ ഇൻഫർമേഷനെ റൈറ്റായിട്ട് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ടാലൻട്രോപ്പിന് ഇത്രയും വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കേരളം അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. അപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സ്പെർട്ടീസിനെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ 3rd സ്റ്റാൻഡേർഡ് മുതൽ 7th സ്റ്റാൻഡേർഡ് വരെയുള്ളൊരു കുട്ടിയുടെ പ്രാക്ടിക്കാലിറ്റി അവിടെ നമുക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റുന്നത് പണം എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നത് 90% കുട്ടികളുടെ കയ്യിലും ഇന്ന് ഒരു 500 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ ഇത് വെച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് കടയിൽ പോയാൽ കുറച്ച് മുട്ടായോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടും എന്നുള്ളതിലുപരി ഇത് വെച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആശയം പോലും അറിയില്ല, ഇതെന്താണെന്നറിയില്ല. പണത്തിനൊരു മൂല്യമുണ്ടല്ലോ, വാല്യൂ. ഈ വാല്യൂ എന്താണെന്നും ഈ പണത്തെ ശരിയായ രീതിയിൽ ഞാൻ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും ഈ കടലാസ് കഷ്ണം എന്താണോ എന്നുമുള്ളൊരു ധാരണയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന് സിംഗിൾ വേർഡിൽ പറയുകയാണെങ്കിൽ വാല്യൂ. ആ വാല്യൂ സിസ്റ്റം ഈ കുട്ടികളിലേക്ക് ഏറ്റവും ഭംഗിയായി, രസകരമായി, ആക്ടിവിറ്റി ഓറിയൻറ്റഡായി എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതെ, നമ്മളിപ്പോൾ ഒരാൾ വരുമ്പം, ഒരു മുതിർന്ന ഒരാൾ വരുമ്പം നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൊടുക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതിലേ നമുക്ക് ആ ഒരു ശീലം നമ്മളിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ്, വളരെ ചെറുതിലേ നമ്മൾ കേട്ടതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ 25ാം വയസ്സിൽ നമ്മൾ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ ചെറിയ കാലഘട്ടത്തിലുള്ള നമ്മുടെ നോളജും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ തന്നെ ആയിരിക്കാം മേ ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറുതിലേ അത് അങ്ങനെ ഒരു ആശയം കുട്ടിയൊക്കെ ഈ ഫണ്ട് എന്താണ്, ഈ
പണം എന്നുള്ള സംവിധാനം എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, ഈവൻ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി സൈക്കിളിന് വേണ്ടി ചോദിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഞാൻ സൈക്കിളിന് വേണ്ടി ചോദിക്കുമ്പം അതിന് ഇത്ര രൂപയാണ് അതിന് വേണ്ടി വരുന്നതെന്നും, അപ്പോൾ എൻ്റെ വീട്ടിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, എൻ്റെ സ്റ്റെബിലിറ്റി ഇങ്ങനെയാണെന്നും, അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര രൂപയാണ് വരുമാനം, നമ്മുടെ ഇന്ന സോഴ്സിൽ നിന്നൊക്കെയാണ് നമ്മുടെ വരുമാനം, അതൊരു മാസം ഇത്ര രൂപയാണ് വരുന്നതെന്നൊക്കെ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പാരൻസിന് അത് അറിയിക്കാൻ താല്പര്യമില്ല. അതെ, എൻ്റെ കുട്ടി ഒരു പ്രശ്നവും അറിയാണ്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ തെറ്റായൊരു ചിന്താഗതിയാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെ ഓരോരുത്തരെ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ആകണമെന്നല്ല. ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരാൾ വളർന്നു വരുമ്പോഴാണ് അവർക്ക് അതിൻ്റെ കോർ വാല്യൂ ഉണ്ടാകുന്നത്. നമ്മൾ ഈ കാതൽ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ടല്ലോ, വലിയൊരു മരം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനൊരു കോർ കാതലുണ്ടെങ്കിലേ അതിന് വാല്യൂ ഉള്ളൂ എന്ന് പറയും പോലെ ഓരോരുത്തരും അവരവരുടെ സർക്കംസ്റ്റൻസസിൽ നിന്ന് വളർന്നു വരുമ്പോഴേക്ക് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഇപ്പം ഭയങ്കര ലക്ഷങ്ങൾ മാസം വരുമാനമുള്ള ഒരാളും ഒരു 10,000 രൂപ മാസം വരുമാനമുള്ള ഒരാളും, ഇവരുടെ രണ്ടുപേരുടെ മക്കളും നാളെ അവർ ഭയങ്കര ലെവലിലെത്താം. നമ്മളിപ്പോൾ എല്ലാവരെയും കണ്ട് ഇപ്പോൾ ധീരുഭായ് അംബാനി ഒന്നും അല്ലാതെ ഒന്ന് വന്നതെന്ന് പറയുമ്പോൾ, പക്ഷെ അവരതിൻ്റെ കോർ അറിഞ്ഞ് സാഹചര്യങ്ങൾ അറിഞ്ഞു വളരുന്നവരാണ്. ഈ സാഹചര്യങ്ങളൊന്നും അറിയാത്തൊരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ലക്ഷങ്ങൾ ഉള്ള ഒരാളുടെ ആ കുട്ടിയും ഈ കുട്ടിയും ഒരേപോലെ നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് പാരൻസിനത് ആ ഒരു എക്സ്പെക്റ്റേഷൻസ് മെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത് ചെയ്തു കൊടുക്കാനും പറ്റില്ല. ഈ കുട്ടികൾ എപ്പോഴാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അനുസരണയില്ല, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ഇങ്ങനെ തന്നെ എന്നുള്ള ലെവലിലേക്ക് ഒരു അൺറിയലിസ്റ്റിക് അപ്രോച്ചിലേക്ക് പോകുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സിലബസിലൂടെ പരിഹരിക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ ഒരു പ്രൈമറി തിങ് നമുക്ക് ഇതിനെ ഏറ്റവും ഈസിയായി മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ സിലബസ്, ഞാൻ ICSE സിലബസിലാണ് 5th മുതൽ പഠിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ കൂടുതൽ ആ സമയത്താണ് ഞാൻ 4th മുതൽ പഠിച്ചിട്ടുള്ളത്. അപ്പം ആ സമയത്താണ് മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും അതിൽ പൂർണ്ണമായിട്ടും ഇത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് അന്ന് നമ്മൾ പാഠങ്ങളൊക്കെ പഠിച്ചു പോകുന്ന പോലെ എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു അന്നും അത്. പക്ഷേ അത് കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു മുതിർന്ന ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ എന്നോട് ആരും പറയേണ്ടതില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോവാണ്. ഇത്തരമൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരുപക്ഷെ അവർ പെരുമാറുന്നുണ്ടാവുക? കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇത് തന്നെയാണ് ഇന്ന് പണത്തിന് നടക്കുന്നത് അല്ലെ? 25 വയസ്സുള്ള ഒരാൾ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 3 വർഷം മാത്രം, കേവലം 3 വർഷം മാത്രം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപയുടെ മുകളിൽ കടമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നു. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആ ബേസിക് വാല്യൂസും പ്രിൻസിപ്പിൾസും അറിയാത്തത് കൊണ്ട് തന്നെയാണ്. നമുക്കും അതറിയില്ല, നമ്മൾ കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല, ആരും പഠിപ്പിച്ചു കൊടുക്കുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ പണം എന്ന് പറയുന്ന ആശയം എന്താണ്? ഇപ്പോൾ നേരത്തെ നമ്മൾ സൈക്കിളിൻ്റെ ഒരു കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും സൈക്കിൾ ചോദിക്കുന്നത് തെറ്റില്ല, കുട്ടികൾ ചോദിക്കും, കുട്ടികളുടെ. പക്ഷെ അവിടെ ഒരു കാര്യമില്ലേ, കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ വളരെ കോറായിട്ട് ആ കുടുംബം എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതികൾ കൂടി അറിയണം. സാമ്പത്തിക സ്ഥിതി അറിയുമ്പോൾ എൻ്റെ അച്ഛൻ ഇത്ര രൂപ കടമുണ്ട്, ഇത്ര രൂപ, അങ്ങനെ അറിയണമെന്നല്ല, വളരെ ആ കുട്ടിക്ക് പണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് സൈക്കിൾ വാങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ചെറിയ രൂപ വരെ അയാൾ ഒരു കുഞ്ചിയിലെടുത്ത് വെച്ച് അയാളുടെ 500 രൂപയെങ്കിലും പാരൻറ്റിന് കൊണ്ടു കൊടുത്ത് ബാക്കി പണം നിങ്ങൾ കൂടി ആഡ് ചെയ്യൂ, ഒരു സൈക്കിൾ വാങ്ങൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ആ കുട്ടിയെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആ ഒരു കാറ്റഗറിയുടെ പ്രോഗ്രാമിൻ്റെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത്. അതെ, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്ന ആക്ടിവിറ്റീസൊക്കെ സത്യത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാര്യം ഒരു പാരൻറ്റിനോട് നമ്മൾ പറയണം, നിങ്ങളൊരു 100 രൂപ കുട്ടിക്ക് കൊടുക്കുക, കുട്ടിയുടെ ബഡ്ജറ്റാണത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റൊക്കെ അലോട്ട് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്തിന് ഇത്ര അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിന് ഇത്ര എന്നൊക്കെ പറയുന്നത് പോലെ ഒരു 100 രൂപ അലോട്ട് ചെയ്ത് ഇന്ന കാര്യങ്ങൾ. പിന്നെ പതിയെ നമ്മൾ റിവാർഡ് ബേസ്ഡ് പാരൻറ്റിങ്, ചെറിയ ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് വരുമ്പം ഒരു 10 രൂപ സാലറി ആയിട്ട്, ഗിഫ്റ്റ് ആയിട്ട്, അത് ഇന്ന കാര്യം ചെയ്താൽ ഒരു 10 രൂപ കിട്ടും. അപ്പം സമ്പാദ്യശീലം, ഇപ്പം നമ്മളിപ്പം ഇപ്പോഴും പുറത്ത് തന്നെ പോയി ജോബ് ചെയ്യണമെന്നല്ല, പക്ഷെ നമ്മളിപ്പോഴും ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ടു വന്നിട്ട് 1 മണിക്കൂർ ആ ഷോപ്പിൻ്റെ കണക്ക് നോക്കാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചു വരുമ്പോഴാണ് അവർക്ക് സമ്പാദ്യശീലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവേണ്ടേ. ഇതാണല്ലോ അവർ ഇനി പോവേണ്ട സംഭവം. ഇനി അത് പറ്റാത്ത പാരൻസ് ആണെങ്കിൽ വീട്ടിനകത്ത് ഗാർഡൻ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താൽ ഒരു 10 രൂപ കിട്ടും. അപ്പോൾ ഇവർക്ക് ഈ സമ്പാദിക്കാനൊരു ടെൻഡൻസി, ഓക്കെ എൻ്റെ കയ്യിൽ ഇത്ര ക്യാഷ് ഉണ്ട്, ഇനി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ, ഇത് നേരെ കൊണ്ടുപോയി ഒരു മിഠായി കടയിൽ കൊണ്ട് കൊടുത്ത് അങ്ങ് കളയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് സേവ് ചെയ്യാനും അല്ലെങ്കിൽ അത് വെച്ച് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ, അത് വെച്ചിട്ട് അവരുടെ സൈക്കിളിലേക്ക് വരാനും പറ്റുന്ന ലെവലിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇത് പാരൻറ്റും കൂടിയൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
അവർക്കിപ്പോൾ ഒരു മാസം ഒരു 100 രൂപ കുട്ടിയുടെ ബഡ്ജറ്റിന് കൊടുക്കാൻ പ്രശ്നമില്ല. പക്ഷേ ആ 100 രൂപ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഓക്കെ സോഴ്സ് വേണം, ആദ്യം അവർക്ക് ഇൻകം വരാനുള്ളൊരു സോഴ്സ് വേണം, എന്നാലാണ് നമുക്ക് എക്സ്പെൻസ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ അവർ അതിനെ എങ്ങനെ സേവ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലുതാണ്, ഇതിൻ്റെ വലിയ കാര്യങ്ങളാണ് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ ഈ ഫിനാൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ എന്നോട് പല ആളുകളും ഓൺടർപ്രണർഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ 1ാം ക്ലാസ്സിൽ ഓൺടർപ്രണർ ആയ ആളാണ്. അന്ന് എൻ്റെ അനിയൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഉമ്മ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എന്നെ ഒരു ആൻറ്റിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോകണം. അപ്പോൾ അവിടെ ഈ ശീമ നെല്ലിക്ക ഉണ്ട്, ചുവന്ന നെല്ലിക്ക. ഞാൻ ഈ ചുവന്ന നെല്ലിക്ക ഒരു കവറിൻ്റെ അകത്താക്കിയിട്ട് എന്ത് ചെയ്യും, സ്കൂളിൽ കൊണ്ടുപോകും. ഒരു സൈഡിൽ സിലേറ്റ് പെൻസിലും ആണ്, സിലേറ്റ് പെൻസിലും മറുകയിൽ ഒരു കിറ്റുണ്ട്. എന്നിട്ട് ഞാനവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയൊക്കെ അത് കൊടുക്കും. അപ്പോൾ ഒരു പെൻസിലാണ്, ഈ സിലേറ്റ് പെൻസിൽ ഒടിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഈ വലിയ ഗൾഫുകാരുടെ മക്കളൊക്കെ ഒരു ഫുൾ പെൻസിൽ വരുമ്പോൾ അവർക്ക് 15 നെല്ലിക്കയൊക്കെ ഞാൻ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓൺടർപ്രണർഷിപ്പിൻ്റെ ബേസിക്സ് ആണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ വലിയ രൂപമാണ് നമ്മൾ ചെയ്യുന്നത്. അന്ന് നമ്മൾ വലിയ മഹാഗണിയുടെ തൈ ഉണ്ട്, ഈ മഹാഗണിയുടെ തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഈ തൈ കിട്ടും. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട്, ആരുടെ സൈക്കിളാണ്, ഒരാളുടെ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങും. നമ്മൾ കറങ്ങിയിട്ട് ഒരു പുരയിടം കണ്ടു, കിളച്ചിട്ടേക്കുന്ന പുരയിടമാണ്. അപ്പോൾ നമ്മൾ അവിടെ നേരെ കയറിയിട്ട് ചോദിക്കും, എന്താണ് ഇവിടെ എൻ്റെ മഹാഗണി തൈ ഉണ്ട്, ഒരു തൈക്ക് 1 രൂപയാണെന്ന് പറയും. പുള്ളി പറയും കൊണ്ടുവരാൻ പറയും. കാര്യം മഹാഗണി തൈ നട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വളവും വെള്ളവും ഒന്നും വേണ്ട, പിന്നെ അത് എന്ത് ചെയ്യും, ലക്ഷങ്ങളുടെ മരമായിട്ട് അവർക്ക് കിട്ടും. അപ്പം ഞാനത് 100 തൈ പിഴുതുകൊണ്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് 100 രൂപ കിട്ടും. 100 രൂപയാണ് കിട്ടുന്നത്. ഇത് 5ാം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചെടുത്ത് എന്താണ്, ഈ ഒരു ശീലമാണ്. എന്നിട്ട് ഇത് സേവ് ചെയ്ത് വയ്ക്കും. അന്നത്തെ ഒരു ക്വാളിറ്റി ആയിരുന്നു, ഈ പൈസ ഒന്നും അടിച്ച് കളയില്ല. എന്നിട്ട് എവിടെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ക്ലബ്ബ് ഉണ്ടാക്കി. 7ാം ക്ലാസ് ആയപ്പോഴേക്കും നമുക്ക് ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, സ്വന്തമായിട്ട് ബാറ്റും സ്റ്റമ്പും ഒക്കെ ഉള്ള ക്രിക്കറ്റ് ക്ലബ്ബ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി. അപ്പോൾ എന്ന് പറയും പോലെ ഇതൊരു ശീലമാണ്. ഈ ശീലത്തിൻ്റെ വലിയ രൂപമാണ് ഇന്ന് ടാൽറോപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളൊരു 3ാം ക്ലാസ്സിലെ ഒരു കുട്ടി, ഒരു 7ാം ക്ലാസ് ഒരു കുട്ടിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സംവിധാനം, അത് നമ്മൾ പാരൻസിൻ്റെ അടുത്ത് ഈവൻ നമ്മുടെ സിലബസ് ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ അഫോർഡബിൾ ആക്കാം ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ടീം എല്ലാം കോർ ടീം ഈ മൊത്തത്തിൽ സംവിധാനം എടുത്ത് അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു 500 രൂപ ഒരു പാരൻറ്റ് ഒരു 500 രൂപ ഈ കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 3ാം ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് ഒരു മാസം ഒരു 500 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഈ കുട്ടിക്ക് ശക്തമായൊരു ഫൗണ്ടേഷൻ കിട്ടും. ആ ഫൗണ്ടേഷനിലൂടെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ആ കുട്ടിയുടെ ഒരു ഹാബിറ്റ്സ് ഉണ്ടായി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ്, ഈ പണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാം ഇന്നതാണ് അതിൻ്റെ വാല്യൂ ഇന്നതാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് വന്നു, ഒരു കുട്ടി ഒരു ഹൈസ്കൂളിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു കുട്ടിയെ സത്യത്തിൽ ഈ ഒരു ഫൗണ്ടേഷൻ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് കുറച്ചും കൂടി നമ്മൾ വേറൊരു ആസ്പെക്ട്സിൽ കൊടുക്കണം. ആ ഒരു ആസ്പെക്ട്സ് നമുക്കൊരു പാരൻറ്റിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും? 3rd സ്റ്റാൻഡേർഡ് മുതൽ 7th വരെയുള്ള കുട്ടിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് വാല്യൂ ഓഫ് മണി ആണെങ്കിൽ, 8th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ബിഹേവിയറാണ്, മണി ബിഹേവിയർ അല്ലെങ്കിൽ ഹാബിറ്റ്സ്. പണം ഉപയോഗിച്ച് പണം എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് തരം ബന്ധമാണ് പുലർത്തേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റലി അവിടെ നടക്കുക. കാരണം 8th മുതൽ 12th എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരാളുടെ സമയമാണ്. അയാൾ പഠിക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് ഒന്നെങ്കിൽ വേറെ ചെറിയ വർക്കുകളൊക്കെ എടുക്കുന്നവരുണ്ടാവും, കാറ്ററിംഗ് പോലുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ പോകുന്നവരുണ്ടാവാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ അപ്പൂപ്പനെയൊക്കെ മണിയടിച്ച് ഇത്തിരി പൈസ ഉണ്ടാക്കുന്ന എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പണം അയാളുടെ കയ്യിൽ വരികയോ അയാൾ ഉപയോഗിക്കുകയോ ചെയ്ത ഒരാളായിരിക്കും. അയാൾക്ക് കിട്ടുന്ന 100 രൂപയെ അയാൾ എങ്ങനെ നോക്കിക്കാണണമെന്നും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വിലയും ഇല്ലാതെ ഒരാൾ തരുന്ന പണമായിരിക്കും നമ്മളൊരു പക്ഷേ ഏറ്റവും പെട്ടെന്ന് കൊണ്ട് കടയിൽ കൊണ്ട് നശിപ്പിച്ചില്ലാതെയാക്കുന്നത്. നമ്മളൊരു വൈകുന്നേരം മുഴുവൻ പറഞ്ഞ പോലെ ഗാർഡൻ റെഡിയാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ വണ്ടി തുടച്ചു കൊടുത്തുകൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള 10 രൂപയ്ക്ക് ശരിക്കും അത് ചിലവാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിന്. നമ്മളൊരു 8 രൂപ ചിലവാക്കി 2 രൂപ അവിടെ വെക്കും. ഈ ബിഹേവിയർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തീർച്ചയായും ഒരു ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്കിലൂടെ ഒരു കുട്ടിയെ കൊണ്ടുപോകേണ്ടുന്നൊരു ടാസ്ക്കാണ്. ഇതാണ് നമ്മൾ ഫണ്ടമെൻ്റലി 8th മുതൽ 12th വരെയുള്ള കുട്ടികളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അയാൾക്ക് നല്ലൊരു മണി ബിഹേവിയർ ഉണ്ടാക്കുക, അയാൾക്ക് പണവുമായുള്ള ബന്ധം ഏറ്റവും ഭംഗിയുള്ളതും റൈറ്റായിട്ടുള്ളതുമാക്കുക. അതാകുമ്പോൾ അയാളുടെ ഫ്യൂച്ചർ, കാരണം എന്തിനാണ് 8 മുതൽ +2 വരെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ആലോചിച്ച് നോക്കുക, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവുക +2 അയാൾക്ക് നല്ല സ്കൂളുകളിൽ ചേർത്ത് കൊടുക്കുന്നു, അത് കഴിഞ്ഞുള്ള കോളേജ് ഇതാണെങ്കിലും ഏറ്റവും നല്ല സ്കൂളുകളിലോ കോളേജുകളിലോ കിട്ടാൻ വേണ്ടി നമ്മൾ അത്രയും ബുദ്ധിമുട്ട്. എന്താണ് ഇതുകൊണ്ട് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നല്ല സാലറിയുള്ള ഒരു ജോലി കിട്ടണം. നമ്മുടെ ആവശ്യം അതാണ്. നല്ല സാലറി ഉള്ളൊരു ജോലിയോടുകൂടി നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് നല്ല ജീവിത കണ്ടീഷൻസ് വരണം. എൻഡ് ഓഫ് ദ ഡേ അതാണ് നമുക്ക് വേണ്ടത്. അത്തരം ഒരു ആശയം ഉണ്ടാകുമ്പോഴും അയാൾക്ക് കിട്ടുന്ന ഈ സാലറി അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവരുത്. അതിനയാൾക്ക് പണവുമായി
ഏറ്റവും നല്ല ബന്ധമുണ്ടാവണം, നല്ല ഹാബിറ്റ്സ് ഉണ്ടാവണം. ഈ ഹാബിറ്റ്സ് നിലനിർത്തുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റലി 8 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ കോഴ്സിൻ്റെ കോർ എന്ന് പറയുന്നത്. അതെ. ഇപ്പം നമ്മൾ 13-ാമത്തെ വയസ്സിൽ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് കോടികൾ കൊടുത്ത് എടുത്തു, അല്ലെങ്കിൽ ഇത്ര ലക്ഷം കൊടുത്ത് എടുത്തു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇന്നിപ്പോൾ ഇതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഒരു 13 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഏൺ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞു, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അതൊക്കെ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പം ഇവിടെ ഇപ്പം സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. പണ്ട് ഈ ബാലവേല എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നത് കൊണ്ട് തന്നെ ഈ 18 വയസ്സ് താഴെയുള്ള ജോബൊന്നും പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ബാലവേല കൊണ്ടുവന്നത് കുട്ടികൾക്ക് ഫണ്ടമെൻ്റൽ എഡ്യൂക്കേഷൻസ് കിട്ടാതെ അവർക്ക് ഈ ഇവിടേക്ക് പോകേണ്ടി വരുന്ന ലേബർ ക്യാമ്പിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് കൊണ്ടാണ്. അതല്ലാതെ ഒരു കുട്ടിയുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് ആ കുട്ടി ഫണ്ട് ഉണ്ടാക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടല്ല ഈ ബാലവേല കൊണ്ടുവന്നത്. പക്ഷേ പല ആളുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് കുറേ തടഞ്ഞു വെക്കപ്പെട്ട സംഭവമാണ്. പക്ഷേ ഇപ്പം അതങ്ങ് മാറി. ഇപ്പം എത്ര ക്രിയേറ്റേഴ്സാണ് ഉള്ളത്, ഈ ഏജിലൊക്കെ എത്ര ക്രിയേറ്റേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഒരു കുട്ടി വിദേശത്ത് പോയി പഠിക്കാൻ, ഇപ്പോൾ സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, MIT-യിലെത്തി പഠിക്കണം. അപ്പോൾ സ്കോളർഷിപ്പ് ഉണ്ടാകും. എന്നാലും മേ ബി ചിലപ്പോൾ ഒരു 60 ലക്ഷം രൂപ ആയേക്കാം മൊത്തം അവർ ആ രാജ്യത്ത് നിന്ന് പഠിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാരൻ്റെ കയ്യിൽ ഒരു 30 lakhs ഉണ്ട്. ബാക്കി 30 lakhs കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരാണ് നമ്മളീ പറയുന്ന ഈ 8ാം ക്ലാസ്സിൽ തുടങ്ങി +2 വരെയുള്ള ഒരു 5 വർഷം കൊണ്ട് ഈ കുട്ടിക്ക് 30 lakhs ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും അവർ ആ സാധ്യത കാണുന്നില്ല. നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അതിലൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഏണിംഗ് ഹാബിറ്റ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ സ്പെൻഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരാൾ ഏൺ ചെയ്യുന്നത് ഡേഞ്ചറാണ്. അതാണ് പാരൻസ് പല ആളുകളും കുട്ടികളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ സംഭവം. ഇത് വല്ല ഡ്രഗ്സും എല്ലാം വാങ്ങി യൂസ് ചെയ്യും. ടെൻഷനാണ്, പാരൻസിന് ഭയങ്കര ടെൻഷനാണ്. ഇത് ചെയ്യോ. കാര്യം ഇവർക്കും ഫിനാൻസ് മാനേജ്മെൻറ്റ് ഇവർക്ക് പാരൻറ്റിനും അറിയില്ല, പാരൻറ്റിന് എങ്ങനെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അറിയില്ല. കുട്ടിക്ക് ക്യാഷ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് കളയോ, അതിലിനി വല്ല ദുശീലം തുടങ്ങുമോ, ഇതൊക്കെ പേടിയാണ്. സത്യത്തിൽ അതിന് പകരം ഒരു നല്ല അവെയർനെസ് കൊടുക്കുകയും ഇതിൻ്റെ വാല്യൂ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുകയും ഇത് സ്പെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മനസ്സിലാകുകയും ചെയ്താൽ സ്വപ്നങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള സംഭവമാണ്. അതായത് സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നം എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, അതിന് എനിക്കും കൂടി പാരൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സംഭവം നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ കൊടുക്കാൻ കഴിയും. അതൊക്കെ ഒരു കുട്ടിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയും ആ കുട്ടി കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യുമ്പോഴാണ് ഈ ബിഹേവിയർ നമുക്ക് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. സത്യത്തിൽ നല്ലൊരു ഏൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഏജ് തന്നെയല്ലേ ഇത്. പിന്നെ തീർച്ചയായിട്ടും ഇതിൽ എത്രത്തോളം ഏൺ ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സഫീർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഡ്രീം ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നതാണ്. 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടി, പണവുമായിട്ട് ഒരു ആക്സസും ഇല്ലാത്തൊരു കുട്ടി ചിന്തിക്കുകയോ ഡ്രീം ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നും ഒരു ക്യാപ്പ് ഉണ്ടാവും, ഒരു ലിമിറ്റ് ഉണ്ടാവും. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയാൾ +2 കഴിഞ്ഞിട്ട് കൂടുതൽ അല്ലെങ്കിൽ ദി നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ലെവൽ അയാൾ എവിടെ പഠിക്കണമെന്ന് ഒരു പക്ഷേ 8th-ലോ 9th-ലോ 10th-ലോ തീരുമാനിക്കുകയും അത്തരം തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രായത്തിൽ അയാൾ ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊരു വലിയ കാര്യം അത് ശരിക്കും. അപ്പം ആ കുട്ടിക്ക് പണമെന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് ആക്സസ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ ആവലാതി ഒരു പേടി ഭയം പാരൻസിന് ഉണ്ടാവുന്നത് അയാൾ മറ്റെന്തെങ്കിലും ഫ്രെയിംവർക്കിലേക്ക് ആയി പോകും അല്ലെങ്കിൽ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് ആയി പോകും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു പേടിയാണ്. പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്യാൻ അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ അയാൾക്ക് നല്ലൊരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുകയും ഒരു ഡ്രീം ഉണ്ടാക്കി കൊടുക്കുകയും ആ ഡ്രീമിന് വേണ്ടി എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടി മൂവ് ചെയ്യുന്ന ഒരു കുട്ടിയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ശരിക്കും ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ ആ കുട്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ തുകയാവാം, വലിയ തുകയാവാം, അയാളുടെ കഴിവിനനുസരിച്ചാവാം, വലിയ പ്രതീക്ഷകൾക്കപ്പുറം ഒക്കെ ആവാം. പക്ഷേ ഇതൊരു ഹാബിറ്റ്, ഒരു ബിഹേവിയർ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ഇതൊരു വലിയ മാറ്റമാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആക്ച്വലി ഉണ്ടാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രായത്തിൽ ഡ്രീം ചെയ്യാൻ അറിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എന്തായാലും എൻ്റെ കൺസിഡർ ചെയ്യുമത് തീർച്ചയായും. അതിൽ ഇപ്പം നമ്മൾ തന്നെ ഇതിൽ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 13 വയസ്സുള്ള കുട്ടികൾ സൂയിസൈഡ് ചെയ്തു, 15 വയസ്സുള്ള കുട്ടികൾ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ റീസൺ അന്വേഷിച്ച് പോകുമ്പോഴേക്ക് അവരുടെ ഇന്ന കുട്ടിക്ക് ഇന്നതുണ്ട്, ഇന്ന ഡ്രസ്സുണ്ട്, അത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ചോദിച്ചു 15,000 രൂപയുടെ ഡ്രസ്സായിരിക്കും അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 15,000 രൂപയുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വന്ന് അത് അഫോർഡ് ചെയ്യാൻ കഴിയാത്തൊരു പാരൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉൾപ്പെടെ അതിലൊരു റെസ്പോൺസിബിളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് 13 വയസ്സെന്ന് പറഞ്ഞാൽ വളരെ മെച്യൂറായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഏജായി. ആ 13 വയസ്സായിട്ടും കുട്ടിക്ക് യാഥാർത്ഥ്യബോധമില്ല എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ പാരൻസിനോട് പറയുന്നത്
കുട്ടികളെ സാഹചര്യം കൃത്യമായിട്ട് അറിയിക്കണം. ഈ പണം, ഈ ക്യാഷിൻ്റെ അതിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുമ്പം അവർക്ക് മനസ്സിലാകണമല്ലോ, ഓക്കെ ഇന്നതാണ് ഫണ്ട്, ഇന്ന രീതിക്കാണ് ഇത് വന്നത്, ഇന്ന രീതിക്കാണ് അത് സ്പെൻഡ് ചെയ്യുന്നത്, അപ്പോൾ പാരൻ്റ് എന്നെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം ഇന്നതാണ്, നമ്മൾ പാരൻ്റ് ഇന്ന രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, മേ ബി 2 വർഷം കഴിഞ്ഞാൽ മാറ്റമുണ്ടാവും. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ കുട്ടിക്ക് തന്നെ ഒരു ചോദ്യം വരുന്നത്, ഇതിൽ എനിക്കെന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും, എനിക്കിതിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നൊരു സംവിധാനമുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഹിറ്റ്ലറിൻ്റെയൊക്കെ പഴയ കാലഘട്ടം പറയുമ്പോൾ ഹിറ്റ്ലർ ആർമി ഉണ്ടാക്കിയത് കുട്ടികളെ വെച്ചിട്ടാണെന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും 5 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാം ഡെവലപ്പായ ഒരു 18 വയസ്സ് കഴിഞ്ഞ് വരുമെന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർമിയാണ് ഈ മക്കൾ. ഇവരെ നമ്മൾ ഇപ്പോഴേ മോൾഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 18-19 വയസ്സ് കഴിയുമ്പോൾ നല്ല പൗരന്മാരെ നമുക്കുണ്ടാവുന്നത്. 18-ാം വയസ്സിൽ നമ്മൾ പറയുന്നത് എന്താണ്, രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റുന്ന അവകാശമാണ്. അതായത് ഒരാളെ സെലക്ട് ചെയ്യാൻ, ഒരു പ്രധാനമന്ത്രിയെ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ പവർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 18-ാമത്തെ വയസ്സിൽ അവർ എക്വിപ്ഡ് ആകണമെങ്കിൽ നമ്മളൊരു 13 വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവർക്ക് വേറൊരു ലോകം കാണിച്ചു കൊടുക്കണം. 18 വയസ്സിൽ നീ ഒരു വലിയ പൗരനാകാൻ പോവുകയാണ്, അവിടെ ആയാൽ നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫിനാൻസ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പം അവരവരുടെ സെക്യുംസ്റ്റൻസസിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നടക്കുന്ന ഒരു കുട്ടി, എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞാൽ കുട്ടിക്ക് ഓടത്തില്ല. പക്ഷേ ആദ്യം ആ കുട്ടി എഴുന്നേറ്റ് ഇരിക്കണം, എന്നിട്ട് കുട്ടി നടക്കണം, എന്നിട്ട് കുട്ടി ഓടണമെന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. ഇരുന്ന് നിന്ന് നടന്ന് ഓടി എന്ന് പറയുന്നത് പോലെ 5 സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ പാരൻസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇങ്ങനെയാണ്, ഇങ്ങനെ ആക്കിയാൽ ഞാൻ ഇവിടെ എത്തും, ഇങ്ങനെയൊക്കെ ഇവിടെ എത്തും, എനിക്ക് ഒന്നും കൂടിയൊക്കെ മേ ബി എൻ്റെ കൂട്ടുകാരി സ്പെൻഡ് ചെയ്യുന്നത് പോലെ സ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് കുട്ടിക്ക് തോന്നണം. അപ്പോൾ ചിലപ്പം അവർ ഓടുന്ന സമയമായിരിക്കാം, ഇവർ എഴുഞ്ഞ് നടക്കുന്ന സമയമായിരിക്കാം. ഇത് ഈ കുട്ടികൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ സത്യത്തിൽ നമ്മുടെ പാരൻസ് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും, കാര്യം അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. അവരുടെ മക്കൾ ഇങ്ങനെ വന്ന് പറയുന്നു, എനിക്ക് വാങ്ങി തന്നില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് ഇട്ട് ഇതിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പം പാരൻസ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം. കാരണം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്, ഇതിൻ്റെ പണത്തിൻ്റെ വാല്യൂ അറിയില്ല, ഈ പാരൻസ് ഇത് ഉണ്ടാക്കിയതിൻ്റെ സംവിധാനം അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ, ഈ ഫിനാൻഷ്യൽ ലിറ്ററസി കൃത്യമായിട്ട് അവരിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പാരൻറ്റിൻ്റെയും കുട്ടിക്ക് നല്ലൊരു പൗരനായിട്ട് വളരാനും പാരൻറ്റിന് ഭയങ്കര സ്ട്രെസ്സാണ്, ആ സ്ട്രെസ് റിലീഫായിട്ട് വരികയും ചെയ്യുന്നുള്ളതൊരു വസ്തു തന്നെയായിരിക്കും. തീർച്ചയായും ശരിക്കും ആ കുട്ടിക്ക് നമ്മൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കാതെ ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ഈ വയസ്സ് വരെ, ഇന്ന് 28-29 വയസ്സ് വരെയുള്ള എൻ്റെ പാരൻസ് തന്നെയാണ് ഇപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവർ തന്നെയാണ് നടത്തുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഒന്നും ചിന്തിക്കില്ല. ഇത് തന്നെയാണ് നമ്മുടെ 13 വയസ്സുള്ള കുട്ടികളും ചെയ്യുന്നത്. അവർ കുട്ടികളല്ലേ, അവരിതിനെപ്പറ്റി ഒന്നും അറിയേണ്ടതില്ലല്ലോ, അവർക്കെല്ലാം കൊടുക്കാം. ഇത്തരമൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തരാത്തത് എന്നുള്ളൊരു ചിന്തയാണ്. ആ ചിന്തയാണ് ആ കുട്ടിക്ക് ആകെയുള്ള അച്ഛനും അമ്മയും അയാൾക്ക് വേണ്ടിയില്ല, അയാളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനില്ല എന്ന് തോന്നുകയും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളിലേക്ക് മാറുകയും ചെയ്യുന്നത്. പക്ഷെ അതല്ല എന്നും സാഹചര്യങ്ങൾ മറ്റൊന്നാണെന്നും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും മനസ്സിലാക്കാനുള്ള പ്രായം 13 തീർച്ചയായിട്ടും ഒരു പ്രായം തന്നെയാണ്. ആ ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയുകയും ആ തരത്തിൽ അതിനെ കൊണ്ടുപോയി കഴിയുക എന്ന് പറയുന്നത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, ശരിക്കും നമുക്ക് ഡ്രീം ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു തലമുറയാണ് ശരിക്കും 8th മുതൽ +2 വരെയുള്ള കുട്ടിക്ക് അത്തരമുള്ളൊരു മണി ബിഹേവിയർ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കുട്ടികളെ കാണാൻ, ശരിക്കും അവർ ചെയ്യുന്ന പ്രവർത്തികളെ അറിയാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ബ്യൂട്ടിഫുൾ തിങ്. നമ്മളിപ്പോൾ ഒരു പാരൻറ്റിനോട് പറഞ്ഞതാണല്ലോ, ഇപ്പോൾ സിലബസ് ടീം പറഞ്ഞെന്ന് പറഞ്ഞാൽ 1000 രൂപ നിങ്ങളൊരു മാസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ മോൾഡ് ചെയ്യപ്പെടും. നിങ്ങളെ കുട്ടിയെ മോൾഡ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ 1000 രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ ടീം ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്, ഇവരെ മോൾഡ് ചെയ്യാൻ, ഇവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു 1000 റുപ്പീസ് പെർ മന്ത് അവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ 1 വർഷം കൊണ്ട് അവരുടെ കുട്ടിയെ കംപ്ലീറ്റ്ലി ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ കൊണ്ടുപോയി അവർക്കൊരു ഒരു ഫിനാൻഷ്യൽ ബിഹേവിയർ കറക്റ്റായിട്ട്, ഓക്കെ ഞാൻ ഇന്നതാണ്, പണം ഇന്നതാണ്, അത് ഇങ്ങനെ ആയിരിക്കണം ഞാനത് സ്പെൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ അത് എനിക്ക് ഏൺ ചെയ്യാൻ കഴിയും, എനിക്ക് എൻ്റെ പാരൻസിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയണം എന്നൊരു തോട്ട്സ് വന്നാൽ തന്നെ സത്യം ഭയങ്കര തോട്ടാണത്. ആ ഒരു ലെവലിലേക്ക് കുട്ടികളേക്ക് എത്തും. ഇനി നമുക്ക് കുറച്ചും കൂടി പറഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ ഒരു +2 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ഒരു അവയർനെസ്സിന് അപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യണം, അവരുടെ കയ്യിലേക്ക് ക്യാഷ് ശരിക്കും വന്നു തുടങ്ങിയാണ്. ഇനി അത് കറക്റ്റ് സ്പെൻഡ് ചെയ്യാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിവിടെ ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറയാം. ഇപ്പോൾ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്നവർ, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഈ ലാൻഡ് വാങ്ങലും വിൽക്കലും വീടുകളൊക്കെ വാങ്ങിയിടലും ഫ്ലാറ്റും വില്ലയൊക്കെ വാങ്ങിയിടുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ അസറ്റ്സുകളിലേക്ക് ചെയ്യുന്നത്. അതിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, VC ഫണ്ട് ലെവലിൽ ചെയ്യുന്നവരുണ്ട്, മ്യൂച്വൽ ഫണ്ട് മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് മുതൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക്
ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവെയർനെസ്സും. കാര്യം ഒരുപാട് ആളുകൾ ഭയങ്കര ഒരു അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് ഭയങ്കര ലോസിലേക്കൊക്കെ പോകുന്നുണ്ട്. കാര്യം അത് അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഫിനാൻസ്. ഇത്ര 5 ലക്ഷം രൂപ ഉണ്ട്, അതുകൊണ്ട് ഇട്ട് പോയി, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി എന്നുള്ളൊരു സംഭവമുണ്ട്. അവിടെ നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാം ഒരു 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ എങ്ങനെ എത്രത്തോളം അവരത് ഹെൽപ്ഫുൾ ആക്കും, 18 വയസ്സ് കഴിഞ്ഞ് സമ്പാദിക്കുന്ന ആളുകളെ? ഈ 18 വയസ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd മുതൽ 8th വരെയുള്ള കുട്ടിക്ക് നമ്മൾ വാല്യൂ ആണ് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ, 8th മുതൽ +2 വരെയുള്ള കുട്ടിക്ക് നമ്മൾ ബിഹേവിയർ ആണ് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ, ഇവിടെ എക്സിക്യൂഷനാണ്, പ്രാക്ടിക്കാലിറ്റിയാണ്. അതായത് എൻ്റെ കയ്യിൽ പണം വന്നു, അല്ലെങ്കിൽ എനിക്ക് എല്ലാ മാസവും പണം വരും. നേരത്തെ സഫീർ തുടങ്ങി വെച്ചതുപോലെ ആദ്യമായി സാലറി കിട്ടുന്ന 15,000 റുപ്പീസാണ് എൻ്റെ കയ്യിൽ ആദ്യമായി വരുന്ന പണമെങ്കിൽ ഞാൻ ഈ 15,000 കൊണ്ട് ഓടും. ഭയങ്കരമായിട്ട് ഞാനത് മിസ്യൂസ് ചെയ്യപ്പെടും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കാറ്റഗറി, ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ 4.8 ലക്ഷം രൂപയാണ് ഒരു ശരാശരി ഇന്ത്യൻ പൗരൻ്റെ കടം എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആവറേജ് 4.8 ലാക്സ് ഡെറ്റ് ഉണ്ട്. 25,000 രൂപ സാലറി ഉള്ളൊരു വ്യക്തിക്ക് അയാളുടെ ആദ്യത്തെ ജോലിയാണെങ്കിൽ പോലും ആദ്യത്തെ മാസം സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ആദ്യത്തെ മാസം സാലറി ക്രെഡിറ്റ് ആകുകയും ചെയ്താൽ 15-ാം തീയതി ആകുമ്പോൾ ആ സാലറി തീരും. 16-ാം തീയതി ക്രെഡിറ്റ് കാർഡുകാർ വിളിക്കും, അയാളെ ക്രെഡിറ്റ് കാർഡ് എടുക്കും, അടുത്ത് 25,000 രൂപ കടമുണ്ടാക്കി വെക്കും. ഈ 25,000 രൂപ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ വേണ്ടി അയാൾ കഷ്ടപ്പെടും. അടുത്ത മാസം അയാൾക്ക് 25,000 രൂപ സാലറി ഉണ്ടെങ്കിൽ അതിൻ്റെ EMI അടയ്ക്കും. അയാൾ വീണ്ടും അത് 15-ാം തീയതി തീർക്കും. 16-ാം തീയതി വീണ്ടും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉപയോഗിച്ച് തുടങ്ങും. ഈ ഒരു സംഭവം അയാളുടെ 60-ാം വയസ്സ് വരെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരു കടം അല്ലെങ്കിൽ മറ്റൊരു കടം. ഇവിടെ നമുക്ക് കിട്ടുന്ന പണത്തെ രണ്ട് തരത്തിൽ നമുക്കിതിനെ കാണണം. 2 രീതിയിലാണ് നമ്മളിത് പൊതുവെ ഇത്തരം ഒരു പ്രോഗ്രാമിനെ പറ്റി സമീപിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുക. ഒന്ന്, ഞാൻ ഒരു സുഖങ്ങളിലേക്കോ പണം ഉപയോഗിച്ചുള്ള എൻ്റെ ഒരു രസകരമായ കാര്യങ്ങളിലേക്കോ ഇല്ല, അല്ലെങ്കിൽ എനിക്കെല്ലാം മൊത്തമായി ഇൻവെസ്റ്റ് ചെയ്യണം, അത്തരം ഒരു ചിന്താഗതി അല്ല ഇത്. നമ്മുടെ പണത്തെ നമ്മൾ ശരിയായി ഉപയോഗിക്കുക. എൻ്റെ കയ്യിൽ 25,000 രൂപയാണുള്ളതെങ്കിൽ എനിക്കതിന് എൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഉപയോഗിക്കുക. അതിനുശേഷം ഒരു ഇത്ര നിശ്ചിത തുക എൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആശയങ്ങളിലേക്കോ അത് വളരാനോ മാറ്റിവെക്കുക. ഇത് മാറ്റിവെച്ചാലും പോരാ, ഈ മാറ്റിവെക്കുന്ന തുക പണപ്പെരുപ്പം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുകയും വേണം. നമ്മൾ ഒരു കോളേജുകളിലൊക്കെ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ ഒരുപക്ഷെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാവാം, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോർപ്പറേറ്റ് ഇതിന് പോകുമ്പോൾ ഈ കുട്ടികൾക്ക് ഇൻഫ്ലേഷനെ പറ്റി അറിയില്ല. അതായത് എനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഇന്ന് വാങ്ങാൻ പറ്റുന്ന സാധനം 10 വർഷം കഴിഞ്ഞ് വാങ്ങാൻ പറ്റില്ല എന്നുള്ള ബോധ്യമില്ലാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെക്കുന്ന സാഹചര്യം അതെങ്ങനെ വെക്കണം, കുറച്ചുകൂടി പ്രാക്ടിക്കൽ വശമാണ്. അതായത് എൻ്റെ പണത്തെ ഞാൻ ഏറ്റവും ഭംഗിയായി എങ്ങനെ ഉപയോഗിക്കണം, ഈ ഉപയോഗിക്കുന്ന പണത്തിൽ ഞാൻ എത്രത്തോളം എടുത്തു വെക്കണം. അത് മൊത്തമായി എടുത്തു വെക്കരുത്, കൂടുതൽ ഓവർ സേവിങ്ങും ഒരു വലിയ പ്രശ്നമാണ്, അണ്ടർ സേവിങ്ങും ഒരു വലിയ പ്രശ്നമാണ്. അപ്പം എത്രയാണ് ഞാൻ സേവ് ചെയ്യേണ്ടത് അഥവാ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് ഈ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ പണവും ഇൻവെസ്റ്റ്മെൻറ്റിൽ നഷ്ടമായി എന്ന് പറയുന്നൊരു സാഹചര്യം വരാതെ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിലും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, 500 രൂപ മുതൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം, ഇത്തരം എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എൻ്റെ ജോലി ഞാൻ പണത്തിന് വേണ്ടി ജോലിയെടുക്കുന്നൊരു സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായി സമയം കണ്ടെത്തേണ്ടത് എങ്ങനെ. നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് വിളിക്കും. റിട്ടയർമെൻറ്റ് 2 ആശയങ്ങളാണ്. ഒന്ന് 60-ാം വയസ്സ് നമുക്ക് റിട്ടയർ ആവുന്നതും, ഒന്ന് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ജീവിക്കുക എന്ന് പറയുന്ന റിട്ടയർമെൻറ്റും. അത്തരം ഒരു റിട്ടയർമെൻറ്റിലേക്ക് നമുക്കിതിനെ എങ്ങനെ മൂവ് ചെയ്യാമെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കാം 18 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം. അത് വളരെ പ്രാക്ടിക്കൽ പ്രോഗ്രാമാണ്. ഹൗ ടൂസ് ആണ് കൂടുതൽ. എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടതെന്ന് പ്രാക്ടിക്കലി പറഞ്ഞു കൊടുക്കുന്ന സെഷൻസ് ആയിട്ടാണ് നമ്മൾ ടീം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഡിഗ്രി PGയിലേക്ക് പോകുന്നവരും അത് കഴിയുന്നവരുമാണ് മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്നവർ. അപ്പോൾ നമുക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകണം, ഓക്കെ ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പേർപ്പസ് ഇന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് വരുമാനം വരുന്നത് എനിക്ക് ആക്റ്റീവ് ഇൻകം കിട്ടുന്ന ഇന്ന ഏരിയയിലാണ്, പാസീവ് ഇൻകം കിട്ടുന്ന ഇന്ന ഏരിയയാണ്. അപ്പോൾ ഈ ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. എപ്പോഴും വർക്ക് ചെയ്ത് മാത്രമല്ല ക്യാഷ് ഉണ്ടാക്കേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി അത് ഒരു ഫണ്ട് ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും ഇവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണം. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംവിധാനം നേരത്തെ പറഞ്ഞതുപോലെ
ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാതെ മുഴുവൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ്സ് ശരിയല്ല. കാര്യം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ ചെയ്യണം. ഇനി പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്ത് മാത്രം സ്പെൻഡ് ചെയ്യാതെ അല്ല ഒരു കാര്യമില്ലാതെ ഒരു ഫോൺ പോലും നല്ലൊരു ഫോൺ വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ തയ്യാറാവുന്നില്ല, അങ്ങനെയുള്ള സംവിധാനമില്ല. കാര്യം അപ്പം ഇതിൽ ഏത് ലോൺ എടുത്ത് ചെയ്യണം, ഏത് ലോൺ എടുക്കരുത്, മനസ്സിലായി. ചില ആളുകളുടെ ക്യാഷ് ഉണ്ട്, അപ്പോൾ ക്യാഷ് ഉണ്ട് എങ്കിൽ ക്യാഷ് വെച്ച് വാങ്ങേണ്ട സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഓക്കെ ഇന്നത് ലോൺ വെച്ച് വാങ്ങേണ്ട സംഭവമുണ്ട്. ഇതൊക്കെ ഒരു വ്യക്തമായൊരു അവയർനെസ് അവർക്ക് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ശീലം, നമുക്കിപ്പോൾ വ്യത്യസ്ത ആക്ടിവിറ്റീസിലൂടെ അവരെ ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഓരോ സംവിധാനങ്ങൾ അവർക്ക് ഈ ഇൻഫ്ലേഷന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു 5% മുകളിൽ റിട്ടേൺ കിട്ടുന്ന സംവിധാനം തന്നെ ചെയ്തിട്ടേ അവർക്ക് കാര്യമുള്ളൂ. അതിന് താഴെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പോൾ അവർക്ക് തന്നെ അറിയാം ഒരു 4% റിട്ടേൺ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൃത്യമായൊരു ധാരണ അവരിലേക്ക് വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവർക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, എനിക്ക് മണി ഉണ്ടാക്കാനും അറിയാം, അത് സ്പെൻഡ് ചെയ്യാനും അറിയാമെന്നുള്ളൊരു സംവിധാനം വരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെങ്കിൽ അവർക്കൊരു നോളജ് ഉണ്ട്. ഇത് ഒരു നമ്മൾ പറയില്ലേ, നെസസിറ്റിയാണ്, ചെയ്തേ പറ്റൂ. 15,000 കഴിഞ്ഞു, 15-ാം തീയതി കഴിഞ്ഞു, ഇനി എവിടെ നിന്ന് പൈസ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡാണ്, എന്നാൽ പിന്നെ എടുക്കാം. ഇതൊക്കെ സത്യത്തിൽ അവർ വരുന്ന ഒരു സർക്കംസ്റ്റൻസസിൽ അവർ പോയി പെട്ടുപോകുന്നതാണ്. ഈ പെടാതിരിക്കാൻ നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാണ് പ്രിക്വേഷൻസ് ആണ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സംഭവം നമ്മൾ പറയും പ്രിക്വേഷൻസ് എടുക്കണം. എന്ത് പ്രിക്വേഷൻസ്? അപ്പോൾ ഈ ഫിനാൻഷ്യൽ പ്രിക്വേഷൻ എന്നുള്ളൊരു സംവിധാനം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പുതിയൊരു തലമുറ ഇതിലേക്ക് വരുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഈ ഫിനാൻഷ്യൽ പ്രിക്വേഷൻസ് എടുക്കണം ഒരു കുട്ടിയോട്, ഒരു ഡിഗ്രി PG കാരോട് നമ്മൾ പറയുമ്പോഴേക്കും അവരതിനെ എങ്ങനെ നോക്കി കാണും? തീർച്ചയായിട്ടും. പക്ഷേ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലേ ഇത്. ഇപ്പം നമ്മളിത് പറയുമ്പം ആളുകൾക്ക് റിലേറ്റ് ആവും. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറ്റ് എനി പോയിന്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നൊരു പ്രോബ്ലത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ കുട്ടികളുടെ കാര്യം സംസാരിച്ച പോലെ ഭാവിയിൽ വരാനുള്ള കാര്യമല്ല, ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് നമ്മൾ ഈ കുട്ടികളോട് സംസാരിച്ചിട്ടുള്ളത്. ശരിക്കും ഇത് ഈ പറഞ്ഞ പോലെ ഹാബിറ്റാണ്. ഞാനിതിനെ സൂചിപ്പിക്കുന്നൊരു വളരെ രസകരമായൊരു ഡേറ്റ പറയാം. ഇഫ് ഐ എം നോട്ട് റോങ്, 18,800 കോടി രൂപയാണ് ബാങ്കിൽ വെച്ചിട്ട് ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത്. അൺക്ലെയിംഡ് മണി 2019 ഡാറ്റയാണ്. അതായത് നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളൈറ്റ്സിനുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളൊരു സ്വഭാവം, നമ്മളൊരു എക്സ്ട്രീം സ്വഭാവക്കാരാണ്. സേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങ് അടിപൊളിയായിട്ട് സേവ് ചെയ്യും, വേറെ ഒന്നും ചെയ്യില്ല. നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു സുഖ സൗകര്യങ്ങളും നമുക്ക് വേണ്ട, സേവ് ചെയ്യുക എന്നുള്ളതാവും. സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദൂരത്തടിച്ച് മാത്രം സ്പെൻഡ് ചെയ്യും. ഇതിനിടയിലുള്ളൊരു സംഭവത്തെ പറ്റി നമ്മൾ അവെയറല്ല, എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ആലോചിക്കുക, ഇന്ത്യ പോലൊരു രാജ്യത്ത് 18,800 കോടി രൂപയോളം ബാങ്കിൽ വെച്ച് മരണപ്പെടാൻ മാത്രമുള്ള വെൽത്ത് അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുകയാണ് ഈ പണം. അതായത് എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ എൻ്റെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മരണപ്പെടുക എന്ന് പറയുന്നൊരു സാഹചര്യമാണ്. ഒന്നുമില്ല, നമ്മളൊരു നോമിനി ആഡ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറയുന്ന ഒരു ചെറിയ കാരണത്താലാണ് ഇത്രയും വലിയൊരു തുക കളക്റ്റീവ്ലി ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ കാരണം വെച്ചിട്ട് ഒരു സർവേ നടക്കുകയുണ്ടായി. സർവേ നടന്നതിൽ വലിയൊരു ശതമാനം ആളുകൾ പറഞ്ഞിട്ടുള്ളത് പണം ചിലവാക്കിയാൽ തീർന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ ചിലവാക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ചിലവാക്കാൻ പേടിയുള്ള ഒരു സംഭവമാണ് നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇത് ഫണ്ടമെൻ്റലി നമ്മൾ തീർച്ചയായിട്ടും പഠിച്ച് തന്നെ അറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ഞാൻ അധ്വാനിച്ച് എൻ്റെ സമയം കൊടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കേണ്ട പണമാണ് ആക്റ്റീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമയം ആവശ്യമില്ലാതെ ഞാൻ ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്ന പണം, അതാണ് എൻ്റെ പണം എനിക്ക് വേണ്ടി പണിയെടുക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സാഹചര്യമാണ് പാസീവ് ഇൻകം. ഇത് കുറേ ആൾ വിചാരിക്കുന്നത് ഇതിന് വലിയ ലക്ഷങ്ങൾ വേണം, കോടി ഒന്നും വേണ്ട. 500 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കി തുടങ്ങാം. ആ സൈസിൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അത്തരം പാസീവ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഇനി ഇതെങ്ങനെ സേഫായിട്ട് ജനറേറ്റ് ചെയ്യാം? അപ്പോൾ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി, എൻ്റെ കയ്യിലൊക്കെ ഞാൻ ട്രേഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനീഷ്യൽ സമയങ്ങളിൽ ക്യാപിറ്റൽ വന്ന് എൻ്റെ ഫാദർ എന്നോട് ആദ്യം പറഞ്ഞത്, നീ ഒരു സ്ഥലം വാങ്ങും. ഇപ്പോഴും അതാ പറയുന്നത് എന്നോട് ഫാദർ, നീ ഒരു സ്ഥലം വാങ്ങി. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊരു ലാൻഡ് വാങ്ങിയിടുന്നതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ല ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല എന്നല്ല, തീർച്ചയായും ലാൻഡ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ എല്ലാ പണവും ലാൻഡിൽ നിൽക്കുന്നതും വലിയ പ്രശ്നമാണ്. ഇല്ലിക്വിഡിറ്റിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരാവശ്യം വരുമ്പോൾ വിൽക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ, അത്തരം ഒരുപാട് കാര്യം. ഇപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പണപ്പെരുപ്പത്തോട് ഒത്തുപോകുന്ന രീതിയിൽ റിട്ടേൺസ് ലാൻഡിൽ നിന്ന് വരുമോ ഇല്ല എന്നുള്ളത് എങ്ങനെ വ്യക്തമായിക്കൊണ്ട് നിശ്ചിത തുക നിശ്ചിത ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ കീപ്പ് ചെയ്യാം. ഇനി ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യം ചെയ്യേണ്ടത് അയാളുടെ ജോലിയെയോ അയാളുടെ സാധാരണ ജീവിതത്തെയോ ബാധിക്കാതെയും വേണം. വളരെ പാസീവായിട്ട് ഹാബിച്വലായിട്ട് വരികയും വേണം. ഇതിനെ
ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ പറ്റും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആക്റ്റീവ് ഇൻകം നമുക്ക് സാലറി വരണം. അതുകൊണ്ടല്ലോ സാലറി വരണമെങ്കിൽ എന്തോരം സാലറി വരണം എനിക്ക്, അപ്പം ഞാൻ എന്ത് തരം രീതിയിലേക്കാണ് പോകേണ്ടത്, എനിക്ക് 5,000 രൂപ സാലറി എന്ന് പറയുമ്പോൾ ഞാൻ എത്ര കാലം വരെ എനിക്ക് ആ കമ്പനിയിൽ പണിയെടുക്കാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇത്തരം കാര്യങ്ങൾ തുടങ്ങി ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ഈ പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും ക്രിയേറ്റ് ചെയ്ത ഫണ്ടുകൾ കീപ്പ് ചെയ്യേണ്ടത് എവിടെ, എങ്ങനെ വെക്കാം, എന്ത് ചെയ്യാം. ഇനി നാളെ നമുക്ക് നമ്മുടെ ഒരു ഫാമിലി പ്ലാനിങ്ങിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഒരു ഫാമിലി പ്ലാൻ ചെയ്യാം. നമുക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്, ആ കുട്ടിക്ക് വേണ്ടി പണം മാറ്റി വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ ലോണുകളും ഗ്രാൻറ്റുകളും സ്കീമുകളുമായി ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കത് അറിയാത്തത് കൊണ്ട് മാത്രം നമ്മൾ തള്ളിക്കളയുകയോ അറിയാതെ പോവുകയോ ചെയ്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഗ്രാബ് ചെയ്യാം, ഇത്തരം ആശയങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഇത് പഠിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഇതെല്ലാം ഇതിലുണ്ട് എന്നറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ടു ദി കോർ മനസ്സിലാവും എൻ്റെ ഇന്നത്തെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ തീർച്ചയായിട്ടും ഇത്തരം ഒരു എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത്. അതെ അതെ. ഇപ്പോൾ ഒരു മാസം 2,000 രൂപ ഒരു സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അവർക്ക് ഈ പറയുന്ന ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അവർക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നറിയാം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളറിയാം, ഗോൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ്സിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഫുൾ അവർ മനസ്സിലാക്കി അതിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളെ അവരിലേക്ക് നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്ര സ്റ്റോക്കിൽ നിന്നിട്ടോക്ക് ഇത്ര സംവിധാനം, നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ടാണോ, നിങ്ങൾക്ക് എന്തിലൊക്കെ പറ്റുമോ, എന്തിലൊക്കെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. മേ ബി ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു 5 കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ മേ ബി ഒരു മറ്റേ 5 കാര്യങ്ങളാണ് അവർക്ക് ശരിയും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് തിരഞ്ഞെടുക്കാം അല്ലേ. പക്ഷെ അവർ അറിയണമെന്നുള്ളതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള സംവിധാനം അറിയണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കേരളത്തിലിപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള സംഭവം. കാര്യം ഇപ്പം ഗവൺമെൻറ് ഉൾപ്പെടെ വ്യത്യസ്ത ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. കാരണം എൻഡ് ഓഫ് ദി ഡേ കേരളം സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഒരു മേജർ റീസൺ ഫിനാൻസ് എങ്ങനെ പണം എന്താണെന്ന് മനസ്സിലാക്കാനോ അതെങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടതെന്നും സ്പെൻഡ് ചെയ്യേണ്ടതെന്നും. ഇപ്പോൾ അവരുടെ കഴിവ് ഉപയോഗിച്ച് ഏൺ ചെയ്യാൻ അറിയാത്തതും വലിയൊരു മിസ്റ്റേക്കാണ്. ഏൺ ചെയ്ത ക്യാപിറ്റൽ അവർക്ക് അവരുടെ ലൈഫിൽ ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മറ്റൊരു പ്രശ്നമാണ്. ഇതിനൊക്കെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പ് ഇപ്പം നമ്മുടെ ടാൽറോപ്പ് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്ക് മില്യൺ ഡോട്ട്സ് എന്നുള്ളൊരു ബ്രാൻഡിനെ കൂട്ടുന്നതിൻ്റെ സംവിധാനം ഓരോ ഇൻഡസ്ട്രിയിലെയും എക്സ്പെർട്ടൈസുകളെ നമ്മൾ ഈ എക്കോ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫിനാൻഷ്യൽ ലിറ്ററസിയുമായിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസുമായിട്ടും വർഷങ്ങളായിട്ട് ചെയ്ത് അതിലൊരു എക്സ്പെർട്ടൈസുള്ള ആ എക്സ്പെർട്ടൈസും ടാൽറോപ്പിൻ്റെ എക്കോ സിസ്റ്റവും കൂടെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൊളാബറേഷനെയാണ് നമ്മളിപ്പോൾ ഫിൻസ്പെയർ എന്ന് വിളിക്കുന്നത്. ഫിൻസ്പെയർ എന്നുള്ള നമ്മുടെ ബ്രാൻഡ് മില്യൺ ഡോട്ട്സും ടാൽറോപ്പും കൂടി വന്ന് ഉണ്ടായ ഒരു പുതിയ ബ്രാൻഡാണ് ഫിൻസ്പെയർ. ആ ഫിൻസ്പെയറിൻ്റെ ഈ 3 പ്രോഗ്രാം നമ്മൾ പറഞ്ഞതുപോലെ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാസം ഒരു 500 രൂപ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ പ്രോഗ്രാം ആവട്ടെ, അതല്ലെങ്കിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ കുട്ടികൾക്ക് ഒരു മാസം ഒരു 1000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആവട്ടെ, അല്ലെങ്കിൽ ഒരു 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് അവർ ആ ഒരു റിയൽ സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഒരു മാസം 2,000 രൂപ വെച്ച് ഒരു 12 മാസം ഒരു 24,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന ഈ 3 പ്രോഗ്രാമുകളിലും സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലായ്മ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവെയർനെസ് ഇല്ലാത്തതിനൊരു ഇപ്പം നമ്മുടെ സിലബസിലൊന്നും ഒരു പ്രോഗ്രാം ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയുടെ ഒരു സൊല്യൂഷനായിട്ട്, അപ്പോൾ ആ സൊല്യൂഷനായിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ നമ്മുടെ പാരൻസൊക്കെ കൃത്യമായിട്ട് നമ്മളിപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ഇനീഷ്യൽ സർവേ റൺ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പാരൻസ് നമ്മുടെ ഗ്രാമങ്ങളിലെ പാരൻസ് പറഞ്ഞിട്ടുള്ള സംവിധാനമുണ്ട്. കാര്യം അവർ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ വില്ലേജ് പാർക്കിലേക്ക് പല പാരൻസും വരുമ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു വരുമ്പോഴേക്കും അവരോട് ഓക്കെ ഇപ്പോൾ ടെക്നോളജി എഡ്യൂക്കേഷനുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഡിസൈനിൽ എഡ്യൂക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള സംവിധാനങ്ങളായിട്ടുള്ള എഡ്യൂക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അവർക്കും ആഗ്രഹമുള്ളൊരു ഏരിയയാണ് ഈ പറയുന്നതൊക്കെ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കിട്ടണമെന്നുള്ളത്. അപ്പോൾ കുറേ പാരൻസ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണ്. ആ ഒരു പോസിറ്റീവ് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനും ഒരു തലമുറ ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ടോട്ടൽ ഒരു കാറ്റഗറിയിൽ 10 കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം അവർ അത് പഠിച്ച് അത് റിസൾട്ടായി വന്ന് അവരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു അംബാസഡേഴ്സായിട്ട് വരേണ്ടത്. അവിടെ ഈ പാരൻസിന് ഈ ഒരു വർഷം കൊണ്ട് ഈ കുട്ടിയുടെ ചേഞ്ച് കാണാനും കഴിയണം. അതുവരെയുള്ളൊരു കുട്ടിയുടെ ഹാബിറ്റ്സ് ആയിരിക്കരുത് അവർ പിന്നെയും കാണുന്നത്. ആ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് വരുമ്പോൾ വലിയൊരു മാസീവായിട്ട് അതിപ്പോൾ നമുക്ക് ഈവൻ ഗവൺമെൻറ് സ്കൂളുകളായിട്ടും ഈവൻ നമ്മുടെ എയ്ഡഡ് സ്കൂളുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾസ് എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇതൊരു മാൻഡേറ്ററി പ്രോഗ്രാമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ആദ്യം ഒരു പൈലറ്റ് പ്രോഗ്രാം റൺ ചെയ്ത്
ഇത്രയും പാരൻസിൻ്റെ ഇത്രയും കുട്ടികളുടെ റിസൾട്ട്സ് കാണുമ്പോഴായിരിക്കും ഇത് മറ്റെല്ലാവർക്കും ഈ സംവിധാനം ഏറ്റെടുക്കാൻ കഴിയുന്നത്. കാര്യം ഒരു സിസ്റ്റമാറ്റിക്കൽ ഫ്രെയിം വർക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാര്യം ചെറിയ കുട്ടികളെയാണ്, ഫണ്ടാണ്, ഫിനാൻസാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതിന് നമ്മുടെ ഈ ഒരു 3 ഫ്രെയിം വർക്കുകൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാനിപ്പം പ്രതീക്ഷിക്കുന്ന സംവിധാനം നമ്മുടെ ഈ അസോസിയേഷൻ കേരളം കണ്ട ഏറ്റവും വലിയ റെവല്യൂഷൻ ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് അൺടോൾഡ് സ്റ്റോറീസിൽ ഗസ്റ്റായിട്ട് വന്നതിന് താങ്ക്സ്. താങ്ക് യു സോ മച്ച്.